വേൾഡ് മലയാളി കൗൺസിൽ മുംബൈ പ്രൊവിൻസ് സംഘടിപ്പിച്ച താരനിശയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. മുംബൈ ഷൺമുഖാനന്ദ ഹാളിൽ നടന്ന ഗോൾഡൻ ഹെർട്സ് ഫിലിം അവാർഡ് നിശയിൽ മലയാള സിനിമയിലെ പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വേൾഡ് മലയാളി കൗൺസിൽ മുംബൈ പ്രൊവിൻസ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഈ ഒരു കലാ പുരസ്കാര താരനിശയിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ വേദിയിലേക്ക് ആദ്യമായിട്ട് വേൾഡ് മലയാളി കൗൺസിൽ മുംബൈ പ്രൊവിൻസിൻ്റെ 4 പില്ലേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദി പ്രസിഡന്റ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ മുംബൈ ചാപ്റ്റർ മിസ്റ്റർ ഗോകുൽദാസ് മാധവൻ, ബഹുമാനപ്പെട്ട സെക്രട്ടറി മിസ്റ്റർ MK നവാസ് സർ, ട്രഷറർ രാജേഷ് മാധവൻ സാറിനെ ക്ഷണിക്കുന്നു. ചെയർമാൻ ശ്രീ KK നമ്പ്യാർ സാറിനെ നിറഞ്ഞ കൈയടികൾ നൽകിക്കൊണ്ട്, നിറഞ്ഞ സ്നേഹം നൽകിക്കൊണ്ട് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ആൻഡ് നമ്മുടെ ഉദ്ഘാടകനായിട്ട് ഇവിടെ ചേർന്നിരിക്കുന്നത്, വി ആർ വെരി ബ്ലെസ്ഡ് ആൻഡ് ഓണർഡ് വിത്ത് ഹിസ് പ്രസൻസ്, ആൻഡ് ദാറ്റ് ഇസ് നൺ അതർ ദാൻ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റായ ശ്രീ ബാബു സ്റ്റീഫൻ സാറാണ് നമ്മുടെ ഉദ്ഘാടകൻ. ഈ ബോംബെ പ്രൊവിൻസ് പോലെ ഇത്രയും നല്ലൊരു പ്രൊവിൻസ്, ഇത്രയും ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ചെയ്യുന്ന ഒരു പ്രൊവിൻസ് ഐ ഹാവ് നെവർ സീൻ ഇൻ മൈ ലൈഫ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് പ്രിയങ്കരായ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിലാദ്യം തന്നെ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. ആൻഡ് ഈ വേദിയിൽ വെച്ച് ആദ്യമായി ആദരിക്കപ്പെടുന്ന എമിനന്റ് പേഴ്സണാലിറ്റി ഈസ് നൺ അതർ ദാൻ ഇന്ത്യൻ ദൃശ്യ മാധ്യമ രംഗത്ത് 3 പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുള്ള ദി വൺ ആൻഡ് ഓൺലി ദി എമിനന്റ് ഇറ്റ്സ് K മാധവൻ സാർ. മാധവൻ സാറിനെയാണ് നമ്മുടെ വേദിയിലേക്ക് ഞാൻ ഏറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നത്. ഗോകുൽദാസ് മാധവൻ സാറാണ് അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ച് ഈ അവസരത്തിൽ ആദരിക്കുന്നത്. റിക്വസ്റ്റ് രാജേഷ് മാധവൻ സാർ ടു കൈൻഡ്ലി ഹാൻഡ് ഓവർ ദി മൊമെന്റോ ടു. സെക്കൻഡ് ജനറേഷൻ നമ്മളിൽ നിന്നും കൂടുതൽ അകന്നു പോവുകയാണ്. അവർക്ക് ഭാഷയോ കൾച്ചറോ ലിറ്ററേച്ചറോ ആർട്ടോ നമ്മളുടേതായ ഒന്നും അറിയില്ല. അതിനുള്ളൊരു പ്രധാന കാരണം അത് മലയാളികളെ മാത്രമല്ല ലോകത്ത് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ. ഇതിനടുത്തതായിട്ട് പുരസ്കാരം സമർപ്പിക്കുവാനായിട്ട് 2 വളരെ വേണ്ടപ്പെട്ട വ്യക്തിത്വങ്ങളെ ക്ഷണിക്കുകയാണ്. ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ KM ശ്രീധരൻ ആൻഡ് മിസ്റ്റർ കോമളൻ ഓൺ ടു ദ സ്റ്റേജ് പ്ലീസ്. ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അടുത്തതായി നമ്മുടെ പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നത് ഇറ്റ് ഇസ് നൺ അതർ ദാൻ മിസ്റ്റർ GMJ തമ്പി, ദി മാനേജിംഗ് ഡയറക്ടർ ഓഫ് റിയ ട്രാവൽസ്. സോ അക്ബർ ട്രാവൽസിനുള്ള നമ്മുടെ സ്നേഹാദരമാണ് ഈ വേദിയിൽ വെച്ച് അടുത്തതായിട്ട് നൽകുന്നത്. ഈ ഉപഹാരം സമർപ്പിക്കുവാനായിട്ട് മിസ്റ്റർ ടോണി മാത്യുവിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ ടോണി മാത്യു, കൈൻഡ്ലി കം ടു ദ സ്റ്റേജ്. ആൻഡ് to receive this award on behalf of Akbar Travels, I would like to welcome to the stage Mr. അനീഷ് കുര്യാക്കോസ്. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് ശ്രീ അനീഷ് കുര്യാക്കോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളെയാണ് വേദിയിലേക്ക് നമ്മുടെ ഈ സ്നേഹാദരം ഏറ്റുവാങ്ങുവാനായിട്ട് ക്ഷണിക്കുന്നത്. അതിന് മുൻപായിട്ട് ഇത് സമർപ്പിക്കുവാൻ വേദിയിലേക്ക് മിസ്റ്റർ TN ഹരിഹരൻ സാറിനെയും ശ്രീ ഹരി നായർ അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് മറ്റാരുമല്ല ശ്രീ KR ഗോപി ആൻഡ് ശ്രീമതി പ്രിയ വർഗീസ്. ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു 17 വയസ്സുള്ളതോടെ ഈ ഷൺമുഖാനന്ദ ഹാളിൽ മിമിക്രി കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഈ വേദിയിൽ ഒരുപാട് വലിയ വലിയ പ്രതിഭകളുടെ സ്പർശം ഏറ്റിട്ടുള്ള ഈ വേദിയിൽ വീണ്ടും ഒരിക്കൽ കൂടി വരാൻ സാധിച്ചത് സർവശക്തന് നന്ദി പറയുന്നു. ഏഷ്യാനെറ്റിൽ മാധവൻ സാറ്, ഞാൻ മിമിക്രി കാണിച്ചുകൊണ്ടിരുന്ന എന്നെ പാട്ടുകാരനാക്കാൻ പറ്റും അല്ലെങ്കിൽ പാട്ട് പാടും എന്നൊക്കെ സരിഗമ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയാണ് എനിക്ക് തന്നെ
മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരാഗ്രഹം ഉളപ്പിച്ചത് അങ്ങനെയായിരുന്നു. പിന്നെ ആദ്യമായിട്ട് സംവിധായകനാകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മിമിക്രി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നീ എൻ്റെ ഒരു പടം ഡയറക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടൊരു അഡ്വാൻസ് എടുത്തു തന്ന മോഹൻ ചേട്ടൻ. ഗുഡ് നൈറ്റ് മോഹൻ സാർ. പിന്നെ സുഹൃത്തുക്കൾ സിനിമയിലുള്ള ഇതാ എല്ലാവരും ഉണ്ട്. We're moving on to World Malayali Council Golden Hearts Award Ceremony. നമ്മുടെ അവാർഡ് ദാന ചടങ്ങുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആൻഡ് നമുക്കറിയാം നമ്മുടെ പ്രിയ താരങ്ങൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ നമ്മുടെ കാറ്റഗറി ഇസ് ദി ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ. അപ്പോൾ ഈ അഭിനേതാവിനുള്ള നമ്മുടെ സമ്മാനം, നമ്മുടെ പുരസ്കാരം സമർപ്പിക്കുവാനായിട്ട് ഞാൻ വേദിയിലേക്ക് ആദ്യമായിട്ട് മിസ്റ്റർ ഗിരീഷ് കുമാറിനെയും മിസ്റ്റർ എം മോഹൻദാസിനെയും സ്വാഗതം ചെയ്യുകയാണ്. മലയാള പ്രേക്ഷകർക്ക് അഭിനയത്തിൻ്റെ ഒരു പുതിയ ഭാവം സമ്മാനിച്ച, അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞെട്ടിച്ച ഒരു കലാകാരനാണ്. ഹീസ് എ വെൽ നോൺ ആക്ടർ ആൻഡ് ഡയറക്ടർ. ലെറ്റ്സ് വെൽക്കം പ്രകാശ് വർമ്മ. യെസ്, പ്രകാശ് വർമ്മ ഹിയർ വി ഹാവ് ഓൺ സ്റ്റേജ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ജോർജ് സാർ എന്ന കഥാപാത്രം മലയാള സിനിമാ പ്രേക്ഷകർക്ക് നൽകിയ ഒരു ഇംപ്രഷൻ, ഒരു നെഗറ്റീവ് ഷെയ്ഡിൻ്റെ വേറൊരു ഭാവമാണ് നമുക്ക് കാണിച്ച് നൽകിയത്. ആൻഡ് ഒന്നടങ്കം നമ്മളെല്ലാവർക്കും അത് ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. വി ആർ സോ ഇംപ്രസ്ഡ് സർ. എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനൊരു വേദിയും ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഇൻഫാക്റ്റ് വേൾഡ് മലയാളി അസോസിയേഷൻ കൗൺസിൽ നടത്തുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വളരെ വളരെ സന്തോഷം. ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇവിടെ ഇതേ വേദിയിൽ നമുക്കറിയാവുന്ന എത്രയോ വലിയ വലിയ മലയാള സിനിമയിലെ ആൾക്കാർ, കലാകാരന്മാർ, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ് എല്ലാവരും ഇങ്ങനൊരു അവസരത്തിൽ എനിക്കൊരു അവാർഡ് തന്നു. ഇതൊന്നും എനിക്ക് ശീലമുള്ള കാര്യമല്ല. വർഷങ്ങളായിട്ട് ക്യാമറയുടെ പുറകിലാണ്, ഒരു സിനിമയിൽ അഭിനയിച്ചു. വളരെ വളരെ സന്തോഷം. ശരിക്കും മുംബൈയിലല്ലേ സർ ഫിലിംസ് ഒക്കെ ചെയ്യുന്നത്? മുംബൈയിൽ ഞാൻ മോസ്റ്റ്ലി ഇവിടെ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റിന്റെ ഇടയിലാണ്, അതുകൊണ്ട് കൂടി എനിക്ക് ഇവിടെ വരാൻ സാധിച്ചു. ഓ താങ്ക് ഗോഡ്. നമ്മളോട് ആ പ്രോജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും വിശേഷം പറയാറായിട്ടുണ്ടോ? പറയാൻ സാധിക്കുമോ? അല്ല, അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത സിനിമ, അടുത്ത ക്യാരക്ടർ, വി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. വേറെ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. രഞ്ജിത്തേട്ടന്റെ സിനിമയാണ്. അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു. അത് എപ്പോഴാണെന്ന് അറിയില്ല അത് റിലീസാവുന്നത്. Moving on to our next prestigious award, and this is a very special jury award. ഈ അവാർഡ് നൽകുന്നത് തീർത്തും ഒരു ബഹുമുഖ പ്രതിഭയ്ക്കാണ്. ഒരു ആക്ടറാണ്, ഒരു പ്രൊഡ്യൂസറാണ്, ഒരു ഡയറക്ടറാണ്. ആൻഡ് ദാറ്റ് ഇസ് നൺ അതർ ദാൻ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജോജു ജോർജ്. യെസ്, ജോജുവിനെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാ സിനിമാ പ്രവർത്തകനും അഭിനേതാവിനും മാതൃകയാക്കേണ്ട ഒരു ജേണിയാണ് ജോജു ചേട്ടൻ എന്ന് പറയാം. അഭിനയത്തിൽ നിന്നും ജോസഫ് എന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്തതിലൂടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ ചിത്രത്തെ ഒരു സൂപ്പർ ഹിറ്റാക്കി. ആൻഡ് പണിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ്. എൻ്റെ ചോദ്യം പണി 2 എപ്പോൾ വരും എന്നുള്ളതാണ് എൻ്റെ ആ ചോദ്യം. ആക്ച്വലി അതിന് ജോജു ചേട്ടനൊരു ഉത്തരം പറയണം. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ മലയാളികൾ എന്നും അഭിമാനിക്കുന്ന ഒരു താരമാണ്. നമ്മുടെ മലയാള സിനിമയെ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ജോജു ചേട്ടൻ. അത് മുൻപെടുത്തുകൊണ്ട് അവിടെ പോയി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. എല്ലാം നമുക്ക് വളരെയധികം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന അഭിമാനകരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ പണിയുടെ കാര്യം പറഞ്ഞു തുടങ്ങാം അല്ലേ? പ്രതീക്ഷിക്കാം. ഒരുപാട് സന്തോഷം. ഞാൻ പറയാം, എന്താ പറയുക, ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. കാരണം ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് ഇതുപോലുള്ള സംഘടനകൾ, ഇതുപോലുള്ള കൂട്ടായ്മകൾ തീർച്ചയായും മുന്നോട്ട് പോകേണ്ടതാണ്. എനിക്ക് ഇവിടെ എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. മോഹൻ സാർ, താങ്ക് യു. നവാസുക, താങ്ക്സ്. ഞാൻ ആദ്യം ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് പണി. അപ്പം എൻ്റെ പണി എന്നാണ് ഉദ്ദേശിച്ചത്. അടുത്തൊരു പടം കൂടി ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. അത് ഏപ്രിൽ 5-ാം തീയതി തുടങ്ങും. അത് ഈ ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യും എൻ്റെ പേരും കാര്യങ്ങളൊക്കെ. പണി 2 ആയിട്ടല്ല, വേറൊരു സിനിമ, അതുപോലത്തെ ഒരു ജോണറിലുള്ള സിനിമ.
ഓൾ ദ ബെസ്റ്റ് ചേട്ടാ, ഓൾ ദ ബെസ്റ്റ്. തീർത്തും പണി പോലെ തന്നെ നമുക്ക് സിനിമയുടെ വേറിട്ടൊരു അനുഭവം നൽകാൻ ഈ പ്രോജക്റ്റിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ജോർജ് ചേട്ടന് അവാർഡ് നൽകുവാനായിട്ട് വേദിയിലേക്ക് ഞാൻ മിസ്റ്റർ പോൾ പറപ്പിലിയെയും മിസ്റ്റർ അജയ് ജോസഫിനെയും ക്ഷണിക്കുകയാണ്. പ്ലീസ്. അംശം പിടി എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു. മഹാരാഷ്ട്രയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ കാണാം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. Azure Builders, building beyond blue.